എന്നോട് ചിലപ്പോഴത്തെ ചെറുപ്പക്കാരെ ചോദിക്കാറുണ്ട്, ഈശോ മിശിഹായിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ഞങ്ങൾ എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് നിങ്ങളൊക്കെ പറയുന്നു. കിട്ടിയാതെ ഞങ്ങൾക്ക് കണ്ടിട്ടില്ല, മരിച്ചുപോയി. പക്ഷെ ഈ ലോകത്ത് ഞങ്ങൾക്ക് എന്താണ് ഗുണം? ഞാൻ അവരോടൊക്കെ പറയുന്നു, ഈ ലോകത്ത് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം സഹോദരന്റെ നിന്റെ അപരന്റെ രക്ഷയ്ക്ക് വേണ്ടി കുരിശെടുക്കാൻ നിനക്ക് ധൈര്യം നൽകുന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. നിന്റെ ജീവിതത്തിലെ കുരിശുകൾ എടുത്തുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ ചെല്ലാൻ നിനക്ക് ശക്തി നൽകുന്നതാണ് വിശ്വാസം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാധാരണ ജീവിത സാഹചര്യങ്ങളെ ധീരതയോടെ നേരിടാനായിട്ട് കരുത്ത് നൽകുന്നതായി നമ്മുടെ ക്രൈസ്തവ വിശ്വാസമാണ്. എന്റെ ഒരു വലിയ ബോധ്യം ഇതുപോലെ വലിയൊരു വിശ്വാസമൊക്കെ. കാരണം നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരാം, നിങ്ങളുടെ എല്ലാ സാമ്പത്തികപരമായ മാറ്റിത്തരാം, എല്ലാ രോഗങ്ങളും മാറ്റിത്തരാം, എല്ലാ പീഡനങ്ങളും മാറ്റിത്തരാമെന്നല്ല. കർത്താവ് പറഞ്ഞെന്താണ്? എന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വന്തം കുരിശുമെടുത്തത് വേണം. എന്നെ അനുഭവിക്കുന്നവന് പീഡനങ്ങൾ ഉണ്ടാവും. കർത്താവിന്റെ കുരിശിന്റെ വഴിയെ നടക്കുമ്പോൾ നമുക്ക് ഈ പീഡനങ്ങളും അപമാനങ്ങളും എല്ലാം നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത്ഭുതങ്ങൾ നടന്നിട്ടൊന്നും മനുഷ്യന്റെ രക്ഷ നടന്നില്ല എന്ന് നമുക്കറിയാം. കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തി. സുവിശേഷകർ തന്നെ എഴുതിയിരിക്കുന്നത്, അതെല്ലാം എഴുതാൻ പോയാൽ ഈ നാട്ടിലെ സർവമാന കടലാസുകൾ കഴിയില്ല. അതുപോലെ അവൻ അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടൊന്നും മനുഷ്യൻ രക്ഷപ്പെട്ടില്ല. മനുഷ്യൻ രക്ഷിക്കപ്പെട്ടത് അവൻ കാൽവരിയിൽ സഹിച്ചു കഴിഞ്ഞപ്പോഴാണ്, കാൽവരിയിൽ മരിച്ചു കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഈ സഹനത്തിന്റെ മാർഗം അത് ധീരതയോടെ ആ മാർഗത്തിലൂടെ ചരിക്കാൻ നമുക്ക് കരുത്ത് നൽകുന്നതായി കർത്താവിന്റെ കുരിശ് മാറുകയാണ്. നമ്മള് ക്രൈസ്തവ വിശ്വാസികൾ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല, ഭീതികളെ പോലെ ജീവിക്കേണ്ടവരല്ല. നമ്മളെ ഭയപ്പെടുത്തുന്ന ശക്തികൾ ചുറ്റോട് ചുറ്റുമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പല രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ശക്തികളെയും ശാസ്ത്രങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മള് ആളെണ്ണമൊന്നും കർത്താവിന്റെ സന്നിധിയിൽ പ്രശ്നമുള്ള കാര്യമില്ല. 12 പേരെ കൊണ്ടാണ്, വെറും 12 ശിഷ്യന്മാരെ കൊണ്ടാണ് തമ്പുരാൻ ഈ 140 കോടിയിലേക്ക് വളർന്നത്. വെറും 12 പേര്. ആ 12 എണ്ണവും ഒരു ധൈര്യമില്ലെന്ന് പറയുന്നത്. അപ്പോ ആളെണ്ണമൊന്നും കഴിവൊന്നും പ്രശ്നമല്ല. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കുറച്ചു പേരാണെങ്കിൽ മതി കർത്താവ് അവരെ കൊണ്ട് അത്ഭുതങ്ങൾ നടത്തുകയാണ്. ഈ അടുത്ത നാളില് നമ്മുടെ ക്രൈസ്തവർക്ക്, പ്രത്യേകിച്ച് കത്തോലിക്കർക്ക് 70 കോടി ഏക്കർ ഭൂമിയുണ്ടെന്നൊക്കെ പറഞ്ഞ് മറ്റു മതസ്ഥർക്ക് നമ്മളോട് അസൂയ ഉണ്ടാകത്തക്ക രീതിയിൽ, നമ്മളോട് വെറുപ്പുണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ ഏതാണ്ട് ഈ ഭൂമിയെല്ലാം തട്ടിയെടുത്തേന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിലൊക്കെ വന്നത് നമ്മൾ വായിച്ചു. 70 കോടി ഏക്കർ എന്ന് പറഞ്ഞാൽ അത് സങ്കല്പിക്കാനാവുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ഭൂമിയാണ്. 70 അല്ല, 17 കോടി. കേരളം മൊത്തം കൂടെ കൂട്ടിയാൽ 1 കോടിയില്ല, 1 കോടി ഏക്കറില്ല കേരളം മുഴുവൻ. 94 ലക്ഷം ഏക്കർ മാത്രമേ. ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാൻ 10 കോടി ഏക്കറിൽ, ഉത്തർപ്രദേശ് 7.4 കോടി ഏക്കർ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളായ രാജസ്ഥാനും ഉത്തർപ്രദേശും കൂടെ മൊത്തം കത്തോലിക്കിന്റെ നാട്ടുമാണ്. ഇവരുടെ ഈ യാഥാർത്ഥ്യത്തിന് ഒട്ടും നിരക്കാത്ത ഈ പ്രചരണങ്ങൾ. പക്ഷെ അവർ അതിനകത്തൊരു സത്യം വിളിച്ചു പറഞ്ഞു. ഈ ചെറിയ ഈ ഏറ്റവും ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ആശുപത്രികളുടെ എണ്ണവും സ്കൂളുകളുടെ എണ്ണവും കോളേജുകളുടെ എണ്ണവും അവരതിനകത്ത് പറയേണ്ടതായിട്ട് വന്നു. എന്തോ ഒരു വലിയ കാര്യമാണ്. ചെറിയൊരു സമൂഹമാണ്, പക്ഷെ ഈ സമൂഹത്തിന് നന്മ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഈ സമൂഹം എത്ര ചെറുതാണെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്ന സമൂഹമായതുകൊണ്ട് തന്നെ ധീരതയോടെ ഈ പൊതുസമൂഹത്തിന് മുഴുവൻ നന്മ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് എവിടെയെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയെല്ലാം ഒന്നുകിൽ ഒരു സ്കൂളായിരിക്കും, അല്ലെങ്കിൽ ഒരു പള്ളിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ആശുപത്രി ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരുണ്യ ഭവനമായിരിക്കും.
അതല്ലാതെ നമുക്ക് ഭൂമിയുടെ ആവശ്യവുമില്ല, ഭൂമിയോടിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ പശ്ചാത്തലം ഇതാണെങ്കിലും നമ്മളെ ഒരു പൊതുസമൂഹത്തിന്റെ അസൂയയുടെ പാത്രമാക്കാൻ വേണ്ടി ഇപ്രകാരമുള്ള വാർത്തകളെല്ലാം പടച്ചുവിടുമ്പോൾ അതിൻ്റെ കൂടെ അവർക്ക് ചില സത്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ചെറിയ ഒരു സമൂഹത്തിന് ഇത്രമാത്രം നന്മ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, അതിന്റെയൊക്കെ കാരണം എന്താണ്? നമ്മൾ വിശ്വസിക്കുന്ന കുരിശിൽ മരിച്ച കർത്താവ് ജീവിക്കാൻ ധൈര്യം നൽകുന്നവനാണ്. കർത്താവിന്റെ കുരിശ് നമ്മുടെ ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കാനും ധീരതയോടെ നേരിടാനും നമുക്ക് ശക്തി നൽകുന്നതാണ്. അതുകൊണ്ട് ഈ കുരിശിന്റെ വഴിയിലൂടെ നടന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ധൈര്യമാർജിച്ചവരായി മടങ്ങി വരണം, കുറച്ചുകൂടെ പ്രത്യാശയുള്ളവരായിട്ട് കടന്നു വരണം. കാരണം കർത്താവ് ഈ 14 സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് അവിടുന്ന് അതിന്റെ അവസാനം അവിടുന്ന് മരണപ്പെട്ടു. അതിന്റെ അവസാനം അത് ഉത്ഥാനത്തിലേക്ക് അവിടുത്തെ നയിച്ചു എന്ന് പറയുമ്പോൾ ഉത്ഥാനത്തിലേക്ക് തുറന്നിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ് കുരിശിന്റെ അനുഭവം. ഉത്ഥാനത്തിലെത്താത്ത കുരിശുകളൊന്നും കർത്താവിന്റെ കുരിശുകളുമല്ല. രക്ഷയിലേക്ക് എത്തിക്കാത്ത കുരിശുകളൊന്നും കർത്താവിന്റെ കുരിശിൽ, അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കുരിശാണ്. കർത്താവ് നൽകുന്ന കുരിശുകളാണെങ്കിൽ അത് ഉറപ്പായിട്ടും രക്ഷയിലേക്ക് നയിച്ചിരിക്കും. കുരിശ് രക്ഷയിലേക്ക് നയിക്കണം. ആകയാൽ നമുക്ക് ഈ കുരിശിന്റെ വഴിയിലൂടെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം യാത്ര ചെയ്യാം. കർത്താവിനെ ഓർത്ത് ലഭിക്കാനല്ല, കർത്താവ് നടന്ന ദുർഘടമായ വഴികളെ ധ്യാനിച്ചുകൊണ്ട് അവിടുന്ന് നൽകുന്ന വലിയ കരുത്തുൾക്കൊണ്ടുകൊണ്ട് പ്രത്യാശയോടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടുവാനും ധീരതയോടെ ജീവിക്കാനും ഭീരുക്കളെ പോലെയോ ഭയപ്പെട്ട് ജീവിക്കുന്നവരെ പോലെയോ ഇപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കാതെ നല്ല ധീരതയോടെ പ്രകാശമുള്ള വ്യക്തികളായി പ്രത്യാശ നൽകുന്ന വ്യക്തികളായി മാറുവാൻ ഈ കുരിശുകളെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളെല്ലാവരെയും സമൃദ്ധമായി